എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. CPM-നെ രക്ഷിക്കാൻ ദൈവം തമ്പുരാൻ വന്നാലും CPM-നെ ഇനി രക്ഷിക്കാനാവില്ല. CPM തീരുമാനിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഇനി നമ്മളില്ല. നമ്മളിനി കേരളത്തിൽ ഇല്ല എന്ന് CPM-കാർ തന്നെ തീരുമാനിക്കുകയാണ്. പിന്നെ അതിൽ പരം പറയാനുണ്ടോ? നമുക്കറിയാം, ബംഗാളിലും ത്രിപുരയിലൊക്കെ CPM-നെ ഒരു രക്ഷയില്ലാതെ, അല്ലെ, ജീവിക്കാൻ ഒരു രക്ഷയുമില്ലാതെ അവിടുത്തെ സാധാരണക്കാര് സാധാരണ സഖാക്കൾ ഉൾപ്പെടെയാണ് ഇവന്മാരെ കെട്ടുകെട്ടിച്ചത്. പക്ഷെ കേരളത്തിൽ സ്ഥിതി വിഭിന്നമാണ് കേട്ടോ. കേരളത്തിൽ കാരണഭൂതത്തിന്റെ കാളികൂളി സംഘവും അവര് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്, ഞങ്ങൾ ഇനി ഇവിടെ വേണ്ട. അവര് തന്നെ അവരുടെ ശവക്കുഴി ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ CPM ചെയ്യുന്ന ഈ മാതിരി പരിപാടി? അതായത് സ്വന്തം ശവക്കുഴി ഇവര് തന്നെ വെട്ടുകയാണ്, ഇവര് തന്നെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ ഇതാ ഇതിൽ ചാടി കയറി മൂടിക്കോ ഞങ്ങളെ മൂടിക്കോ എന്ന് കാരണഭൂതം പറയുന്ന ഏറ്റവും പരിതാപകരമായ അപഹാസ്യമായ കാഴ്ചകളാണ് കൂട്ടരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ടിവിയിൽ ഇപ്പോ വൈകുന്നേരത്തെ ഈ TV ഡിബേറ്റ് കണ്ടിട്ടാണ് ഞാനിപ്പോ വരുന്നത്. മുഴുവൻ തീർന്നിട്ടില്ല. അതായത് മലയാള മനോരമ ചാനലില്, ഏഷ്യാനെറ്റില്, പിന്നീട് മാതൃഭൂമി, ഈ 3 ചാനലുകളാണ് ഞാൻ മാറി കണ്ടത്. ഈ 3 ചാനലുകളിലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ ഒരു പാരഡി പാട്ട് മലയാളികളുടെ ഒക്കെ ചുണ്ടിന്റെ തുമ്പത്തുണ്ടല്ലോ, പോറ്റിയേ കേറ്റിയേ, അല്ലെ, പോറ്റിയേ കേറ്റിയേ എന്ന് പറയുന്ന സ്വർണം കട്ടവരാരപ്പ, സ്വർണം കട്ടത് സഖാക്കളാണേ അയ്യപ്പ എന്ന് പറയുന്ന ഈ പാരഡി പാട്ടിനെതിരെ CPM-കാര് പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നു. CPM-ന്റെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഏറ്റവും വലിയ തമാശ, ഒരു ഭക്തനും പരാതിയില്ലാത്ത, ഒരു മതവികാരവും വ്രണപ്പെടാത്ത, അയ്യപ്പ ഭഗവാനെ കുറിച്ച് ഒരു തരത്തിലുള്ള ആക്ഷേപവും ഇല്ലാത്ത, ഇവിടുത്തെ അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയ സഖാക്കന്മാരെ കുറിച്ച്, അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയ ഈ സഖാക്കന്മാരെ കുറിച്ച്, അവരുടെ കൊള്ളയെ കുറിച്ച് അയ്യപ്പനോട് പരാതി പറയാണ്. അയ്യപ്പ പോയല്ലോ, അയ്യപ്പന്റെ ധനം മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോയല്ലോ ഇവിടത്തെ സഖാക്കന്മാർ എന്ന് ഒരു ഭക്തൻ മനസ്സിന്റെ ഉള്ളുലഞ്ഞുകൊണ്ട് പാടുകയാണ് കേട്ടോ. ആ പാട്ടിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ആർക്കെതിരെയാണെന്ന് അറിയോ? പാട്ടെഴുതിയ കുഞ്ഞബ്ദുള്ള, GP കുഞ്ഞബ്ദുള്ള എന്ന് പറഞ്ഞ ഖത്തറിലെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, ഖത്തറിലുള്ള GP കുഞ്ഞബ്ദുള്ളക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ആ പാട്ട് പാടിയ ഡാനിഷിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ആ പാട്ട് അപ്ലോഡ് ചെയ്ത ഒരു ഇവരുടെ നിർമ്മാണ കമ്പനിയുണ്ട്, ആ കമ്പനിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഒരു സുബൈർ പന്തലൂർ എന്നിട്ട് പറയുന്ന ഒരാളാണ് ഇത് പാട്ട് ചിട്ടയൊപ്പിച്ചതത്രേ, അയാൾക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് CPM-കാര് നടത്തുന്ന ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് എന്താണെന്നറിയോ? ഇവര് ഹിന്ദുക്കളെ അളക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അയ്യപ്പനെ അവഹേളിക്കുകയാണ് ഒരു കൂട്ടം മുസ്ലിങ്ങൾ എന്നാണ് ഈ അധമരായ, ഈ വർഗീയ കൂത്താളികളായ, ഈ നെറികെട്ട CPM-കാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ക്ഷമിക്കില്ല കേരളം. നിങ്ങൾ വടകരയില് ടീച്ചറമ്മയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷഫി പറമ്പിലിനെതിരെ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്തല്ലോ, ഈ കാഫിർ സ്ക്രീൻഷോട്ട് അല്ലേ? അതേപോലെ അതിനേക്കാൾ മ്ലേച്ഛമായ രീതിയിൽ അയ്യപ്പനെ കുറിച്ച്, അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്ത നീചന്മാരായ സഖാക്കന്മാരെ കുറിച്ച്, അവരുടെ കൊള്ളയെ കുറിച്ച് ഇവിടത്തെ അയ്യപ്പ ഭക്തന്മാർ ഏറ്റുപാടിയ പാട്ട്, ഇവിടത്തെ സാധാരണ ജനങ്ങൾ ഏറ്റുപാടിയ പാട്ട്, അത് എഴുതിയത് GP കുഞ്ഞബ്ദുള്ള ആവട്ടെ, പാടിയത് ഡാനിഷ് ആവട്ടെ, ഇത് മറ്റേ സുബൈർ പന്തലൂർ ആവട്ടെ, അല്ലെങ്കിൽ ഇവരുടെ നിർമ്മാണ കമ്പനി ആവട്ടെ, ഇവരൊക്കെ ഈ അയ്യപ്പനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അയ്യപ്പനോടുള്ള ഏതൊരു ഹൈന്ദവ വിശ്വാസിയുടെയും ഹൃദയ നൈർമല്യത്തോടെയാണ് ഇവർ ഈ പാട്ടെഴുതിയത് കേട്ടോ. കാരണം ഇവരുടെ ഉള്ളു പൊള്ളിക്കൊണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവന്മാരെ ജയിലിനുള്ളിൽ കിടക്കുകയാണ്. ഇനിയും പിടിക്കപ്പെടാനുണ്ട്. ഈ വലിയ മൂത്ത കപ്പിത്താന്മാർ അവരൊക്കെ പിടിയിലാകുന്നതിന് മുമ്പ് തന്നെയാണ് ഈ പാട്ട് എഴുതിയത്. ഈ പാട്ട് തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു. അതിനെന്ത് തകരാറ്? ഇതിലെന്താണ് ജനപ്രാതിനിധ്യ നിയമത്തിനെതിരായ എന്തെങ്കിലും ഈ വസ്തുതകളുണ്ടോ? ഇവിടെ ആരുടെയെങ്കിലും വികാരം വ്രണപ്പെട്ടിട്ടുണ്ടോ? ഒരു വികാരവും വ്രണപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് കേസ് കൊടുത്തത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു കൊഴിക്കാല, അതായത് ശരണപാത സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സമിതിയില് ഈ സിപിഎമ്മിന്റെ ഒരു ഗുണ്ടയായ, സിപിഎമ്മിന്റെ ഒരു താന്തോന്നിയായ ഇവനാണ് കേസ് കൊടുത്തിട്ട് ഇവരുടെ
വികാരം എന്താണെന്നറിയോ? ഈ ഹൈന്ദവ ജനത മുഴുവനും ഇതിന്റെ പിന്നാലെ പോകുന്നതാണ്. ഒരു ഹൈന്ദവന്റെ വികാരം വ്രണപ്പെട്ടിട്ടില്ലടോ. ഏത് ഹൈന്ദവന്റെ വികാരമാണ് വ്രണപ്പെട്ടത്? ഒരു മലയാളിയുടെയും ഹൃദയവികാരം വ്രണപ്പെട്ടിട്ടില്ല. വ്രണപ്പെട്ടത് ഈ CPM-കാരുടെ കള്ളന്മാരായ കൊള്ളക്കാരായ അമ്പലക്കള്ളന്മാരായ ഈ CPM-കാരുടെ വികാരം മാത്രമാണ് വ്രണപ്പെട്ടത്. അല്ലാതെ ഇവിടെ ഒരു ഹൈന്ദവന്റെ വികാരവും വ്രണപ്പെട്ടിട്ടില്ല കേട്ടോ പിണറായി. എന്നിട്ട് ഈ ഈ ചാനലുകളൊക്കെ വന്നിരുന്നിട്ട് മാതൃഭൂമി ചാനലിൽ വി കെ സനോജായിരുന്നു ഹൃദയം പൊട്ടി നിലവിളിച്ചത്. അയ്യോ ഹിന്ദുവിന്റെ വികാരം വ്രണപ്പെട്ടു. അപ്പൊ അങ്ങേപ്പുറത്തുനിന്ന് ആർ വി ബാബു ഹിന്ദു ഐക്യവേദിയുടെ ആർ വി ബാബു പറഞ്ഞു, ഞങ്ങൾക്ക് ആരുടെയും ഒരു ഹിന്ദുവിനും ഒരു വികാരവും വ്രണപ്പെട്ടിട്ടില്ല. നിങ്ങൾക്കാണ് കള്ളന്മാരായ അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയ നിങ്ങളുണ്ടല്ലോ സഖാക്കന്മാര്, നിങ്ങൾക്കാണ് കുരു പൊട്ടിയത് എന്ന് ആർ വി ബാബു പറഞ്ഞപ്പോ വി കെ സനോജ് പറയായിരുന്നു. എന്നിട്ട് കേസെടുത്തിരിക്കുകയാണ്. ഇത് ഭരണഘടന നമുക്ക് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം. അതാണ് പറ്റില്ല എന്ന് പിണറായിയുടെ പോലീസ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കേസെടുത്തു. അതാ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: പോറ്റിയെ പാലടിപ്പാട്ടിൽ കേസെടുത്തു. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അയ്യപ്പന്റെ പേരുപയോഗിച്ചത് മതവികാരം വ്രണപ്പെടുത്തി എന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. മതവികാരം വ്രണപ്പെടുത്തി അത്രേ. എന്ത് എല്ലാവർക്കും ഹൃദിസ്ഥമാണ് എന്ന പാട്ട്. എല്ലാവരും പാടുന്നു. കുട്ടികളും വൃദ്ധരും സ്ത്രീകളും പാടി നടക്കുകയാണ്. കാരണം അവർ പ്രതിഷേധിക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയ ഈ അമ്പലക്കള്ളന്മാരെ ചൂണ്ടിക്കൊണ്ട് ഇവർ ആ പാട്ട് പാടുകയാണ്. എത്ര പോലീസ് കേസെടുത്താലും പാടിക്കൊണ്ടേയിരിക്കും വിജയ, പാടിക്കൊണ്ടേയിരിക്കും ഗോവിന്ദ, പാടിക്കൊണ്ടേയിരിക്കും സനോജിനെ പോലുള്ള ന്യായീകരണ തൊഴിലാളികളെ കേരളം ഈ പാട്ടെന്നും പാടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരു കേസ് കൊണ്ടും നിങ്ങൾക്ക് ആരൊക്കെ ജയിലിടാൻ പറ്റും? എന്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിങ്ങളിപ്പോ പറയുന്നത് മുസ്ലിങ്ങളാണ് പാട്ട് എഴുതിയത്, ഹിന്ദുക്കളുടെ വികാരം. ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും അയ്യപ്പനെ ആദരിക്കുന്നവരാണോ? അയ്യപ്പൻ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം ദൈവമല്ല. ഇവിടെ സമസ്ത ജീവജാലങ്ങളും സമസ്ത മനുഷ്യരുടെയും ദൈവമാണ് അയ്യപ്പൻ. അവിടെ നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ് അല്ലേ? നിങ്ങളെ പിടിച്ചാണ് ജയിലിടേണ്ടത്. ഈ ഒരു പരാതി ഉന്നയിച്ചവരാണ് മതവികാരം വ്രണപ്പെടുത്തുന്നത്. വിജയന്റെ പോലീസ് ചെയ്യേണ്ടത് ഈ പറയുന്ന കുഴിക്കാലെ പിടിച്ചിടണം. ആദ്യം കുഴിക്കാലെ കൊണ്ട് ഈ ഒരു പരാതി കൊടുപ്പിച്ച നിങ്ങളുടെ CPM-ന്റെ പത്തനംതിട്ടയിലെ ഈ സെക്രട്ടറി ഉണ്ടല്ലോ, രാജു എബ്രഹാം എന്ന് പറയുന്ന ആ നീചൻ, അവനെ പിടിച്ച് ജയിലിനകത്ത് ഇടണോ? അവനാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, മതവികാരം ഉണ്ടയാണ്. നിങ്ങളാണ് മതവികാരം വ്രണപ്പെടുത്തുന്നത് കേട്ടോ. ആ പരാതിയുടെ ബാക്കി ഇങ്ങനെയാണ്: പ്രസാദ് കുഴിക്കാലയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. അയ്യപ്പ ഭക്തിഗാനത്തെയും ശരണമന്ത്രത്തെയും അപകീർത്തിപ്പെടുത്തുന്ന വിധം പാരഡി ഗാനം ഉണ്ടാക്കിയെന്നാണ് FIR. നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. വേറൊരു വീഡിയോ അധികം എന്താ പറയാ, സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ അധികം നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വീഡിയോ ഇന്ന് കുറച്ചു മുമ്പാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ഇതേപോലുള്ള ഒരു പാരഡി ഗാനം വർഷങ്ങൾക്ക് മുമ്പ് നാദിർ ഷാ എഴുതി നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ കലാഭവൻ മണിച്ചേട്ടൻ അല്ലേ, കേരളീയരുടെ മൊത്തം പ്രിയങ്കരനായ മണിച്ചേട്ടൻ പാടി. കൂടെ നാദിർ ഷയും പാടുന്നുണ്ട്. മണിച്ചേട്ടനും പാടുന്ന നാദിർ ഷാ എഴുതിയ എപ്പോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ. ഇതേപോലെ അന്ന് ഈ പാട്ട് ആർക്കെതിരെയായിരുന്നു എന്ന് പറയോ? കോൺഗ്രസിലെ കരുണാകരനെതിരെയായിരുന്നു. കരുണാകരന്റെ ഈ ചീറിപ്പാനുള്ള യാത്രക്കെതിരെ അന്നൊരു പാട്ടെഴുതിയിരുന്നു. ആരും കേസിന് പോയിട്ടില്ലല്ലോ വിജയ. നാദിർഷയെയും പിടിച്ചകത്തിട് കേട്ടോ, പിടിച്ചകത്തിട്. ഇനി കലാഭവൻ മണി എന്ന് പറഞ്ഞ മലയാളത്തിലെ പ്രിയങ്കരനായ ആ മരിച്ചുപോയ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കലാഭവൻ മണിക്കെതിരെയും കേസെടുക്കുമോ അധമനായ നീചനായ വിജയ? കലാഭവൻ മണിയുടെ ശവമാടം കുഴി തോണ്ടുമോടാ നീ? കലാഭവൻ മണി പാടിയൊരു പാട്ട്, വർഷങ്ങൾക്ക് മുമ്പ് പാടിയ പാട്ട്, മലയാളികൾ നെഞ്ചേറ്റിയ പാട്ട് ഒന്ന് കേൾക്കടോ. അന്നും പാടിയിരുന്നു. അന്ന് പാടിയത് കോൺഗ്രസിനെതിരെയായിരുന്നു, കരുണാകരനെതിരെയായിരുന്നു അല്ലെ? നിങ്ങളാണ് ആ പാട്ട് ആഘോഷിച്ചത്. കേൾക്കണം ഈ പാട്ട് കേട്ടോ. ഇതാ: മന്ത്രിക്കേറെ വീടിൽ പോണം, മന്ത്രിക്കാര് ഫ്ലൈറ്റിന് തുല്യം, മന്ത്രിയെ പയ്യപ്പോ കാറിൽ
മന്ത്രിക്കാര് ഫ്ലൈറ്റിന് തുല്യം. മന്ത്രിയെ പയ്യപ്പോ, മന്ത്രി സ്വൽപ്പം പയ്യപ്പോ. സ്റ്റേറ്റിലും ഗൾഫിലും ഓസില് ദിവസവും ടൂറിന് പോകണ മന്ത്രിക്ക് സ്റ്റേറ്റിലെ കാറിനെ വെല്ലണ സ്പീഡിൽ ഇരുവഴി പോകാൻ തോന്നുമ്പോ പലരും മരിക്കും, പലതും നശിക്കും, ഇടയ്ക്കിടെ ചിലരുടെ കാലൊടിയും. മന്ത്രിക്കൊപ്പം കൂടെ പോണ പോലീസിന്റെ തെറികട്ട കൊടുങ്ങല്ലൂരമ്മ പോലും ഓടിയൊളിക്കും. ഇനി മറ്റൊരു പാട്ട് കൂടി കേൾക്കണം കേട്ടോ. നിങ്ങളിപ്പോ ഈ പറയുന്ന ജി പി കുഞ്ഞബ്ദുള്ള എഴുതിയ പാട്ടുണ്ടല്ലോ, ഈ പാട്ടിനെതിരെയാണല്ലോ നിങ്ങൾ ഈ കലാപം ഉണ്ടാക്കുന്നത്. ഇതൊരു തരത്തിലും ആരുടെയും വികാരം വ്രണപ്പെടുത്താത്ത ഏറ്റവും ഹൃദയശുദ്ധിയുള്ള നമ്മുടെ ഭരണഘടന നമുക്ക് നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന പശ്ചാത്തലത്തിലാണ് പാട്ട് എഴുതിയത് കേട്ടോ. പക്ഷേ നിങ്ങളുടെ അന്തംഗമ്മികളുണ്ടല്ലോ, നിങ്ങളുടെ അന്തംഗമ്മികൾ ഗുണ്ടകൾ ഇവിടെ പാട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഈ പാട്ടിന്റെ ഒരു പാരഡി എന്ന് പറഞ്ഞാൽ ജി പി കുഞ്ഞബ്ദുള്ള എഴുതി ഡാനിഷ് പാടിയ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും പാടി തിമിർത്ത ആ പാട്ടിന് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പാരഡി ഉണ്ടല്ലോ. ഇവിടുത്തെ സി പി എം എന്ന് പറയുന്ന നീചന്മാർ ഗുണ്ടകൾ ഉണ്ടാക്കിയ ഒരു പാരഡി ഉണ്ട് കേട്ടോ. അതൊന്ന് കേട്ട് നോക്കണം. അതിനെതിരെയാണ് നിങ്ങളെ പിടിച്ച് കേസെടുക്കേണ്ടത്, നിങ്ങളെ പിടിച്ച് അകത്തിടേണ്ടത്. ആ പാട്ട് ആരെഴുതി, ആ പാട്ട് ആര് പാടി, ആ പാട്ടിലെ വരികൾ ഓരോന്നും എത്രമാത്രം ഈ അപഹാസ്യമാണെന്നല്ല, എത്രമാത്രം നിയമത്തിനെതിരാണ് എന്നതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് കേട്ടോ. യഥാർത്ഥം സംഭവിക്കാൻ പോകുന്നത് കേസ് വരട്ടെ, പാടിയവന്മാരൊക്കെ അകത്തിടട്ടെ. ഇതാ ഞാനും ഈ വീഡിയോയിൽ ഈ പറയുന്ന വരികൾ പറഞ്ഞിട്ടുണ്ട്. എന്നെയും പിടിച്ചകത്തിടട്ടെ, ഈ കേരളത്തിലെ മുഴുവൻ ആൾക്കാരെയും പിടിച്ചകത്തിടട്ടെ. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രസംഗിക്കാം അല്ലെ? അഭിപ്രായ സ്വാതന്ത്ര്യം ഏറ്റവും മഹത്താണ്, ആനയാണ് കുതിരയാണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം. എന്നിട്ട് ഒരു പാട്ട് പാടിയപ്പോ നിങ്ങളുടെ മൂഡ് പൊള്ളിയല്ലേ? നിങ്ങളുടെ മൂഡ് പൊള്ളി, കുരു പൊട്ടിയല്ലേ? കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. ഈ പറയുന്ന ഏത് ചർച്ചയിലാണ്? മനോരമയുടെ ചർച്ചയിലാണ് കെ അനിൽകുമാർ എന്ന് പറയുന്ന ന്യായീകരണ തൊഴിലാളി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതൃഭൂമി ചർച്ചയിൽ വി കെ സനോജ്, പിന്നെ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ പിന്നെ വിനു വി ജോണിന്റെ ഈ ചർച്ചയിൽ ഇവർ വരില്ലല്ലോ, CPM വരില്ലല്ലോ. അവിടെ എം ആർ അഭിലാഷ് ഉണ്ടായിരുന്നു. എം ആർ അഭിലാഷ് വളരെ കൃത്യമായി കാര്യകാരണ സഹിതം പറഞ്ഞു, ഇത് ഒരു പ്രശ്നവുമില്ല. പ്രശാന്ത് പത്മനാഭൻ എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭ അഡ്വക്കേറ്റ് മറ്റൊരു ചാനൽ, മനോരമ ചാനൽ പറയുന്നു ഇതിലൊരു പ്രശ്നവുമില്ല, ഈ പാട്ടിൽ ഒരു പ്രശ്നവുമില്ല. കാരശ്ശേരി മാഷ് പറയുന്നു, ഈ മലയാളത്തിലെ ബോധവും വിവരവുമുള്ള എല്ലാവരും പറയുന്നു ഈ പാട്ട് പാടാം. ഇതിലൊരു മതവികാരം വ്രണപ്പെടലുമില്ല. ആകെ കുരു പൊട്ടുന്നത് കള്ളന്മാരായ, കൊള്ളക്കാരായ, അമ്പലക്കൊള്ളക്കാരായ CPM-കാർക്ക് മാത്രമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കുഴിവെട്ടുകയാണ്. നിങ്ങളത് തിരുത്തുന്നല്ല പറഞ്ഞത്, തിരുത്തുകയാണത്രേ. നിങ്ങൾ ഇതിലൂടെ തെളിയിക്കുന്ന എന്താണെന്നറിയോ? ഞങ്ങൾ തിരുത്തില്ല, ഞങ്ങൾ വീണ്ടും വഷളാകും, ഞങ്ങൾ വീണ്ടും ഇതേപോലെ അലമ്പാകും എന്നാണ് നിങ്ങൾ ഇതിലൂടെ നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു മലപ്പുറത്ത് ഈ പാട്ടെഴുതിയവർക്കെതിരെ മലപ്പുറത്ത് നിങ്ങൾ സഖാക്കന്മാർ, അന്തംഗമ്മികൾ പാടിയ ആ പാട്ടുകൂടി ഒന്ന് നമുക്ക് കേൾക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇതിലേതാണ് മതവികാരം വ്രണപ്പെടുത്തുന്നത്, ഏത് പാട്ടിനെതിരെയാണ് കേസെടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതാ ആ പാട്ടുകൂടി ഒന്ന് നിങ്ങൾ കേൾക്കുക കേട്ടോ. പാരഡിയാക്കി CPM മലപ്പുറത്ത് CPM-ൽ നിന്ന് ലീഗിലേക്ക് പോയവരെ കളിയാക്കിയാണ് പാരഡി ഇറക്കിയത്. താനാളൂർ പഞ്ചായത്തിലെ CPM ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് ഈ പാരഡി ഗാനം. ചരിത്രം മാറ്റാൻ ഒരിക്കലും ആവില്ലല്ലോ. പൈസ കൊടുത്തത് ആരപ്പാ? KMCC ആണപ്പാ, മൂരികളാണേ ആണപ്പാ. പൈസ കൊടുത്തത് ആരപ്പാ? KMCC ആണപ്പാ, മൂരികളാണേ ആണപ്പാ. സഭാക്കന്മാരുടെ ഈ കുത്തിത്തീർപ്പിനെതിരെ ഇവരെ നൽകിയ ഈ കേസിനെതിരെ വി ടി ബൽറാം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെയാണ്. വി ടി ബൽറാം എഴുതുന്നു, പോറ്റിയെ പാരടിപ്പാട്ടിൽ അപകടകരമായ ചർച്ചകളിലേക്കാണ് CPM വഴി തുറക്കുന്നത്. അപകടകരമായ ചർച്ചകളിലേക്കാണ്. പാട്ടെഴുതിയ ആളുടെയും മറ്റ് അണിയറ പ്രവർത്തകരുടെയും പേര് വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇത് മതനിന്ദയാണ് എന്ന നിലയിലുള്ള പ്രചാരണത്തിന് CPM-ന്റെ ഉയർന്ന നേതാക്കൾ തന്നെ നേതൃത്വം നൽകുന്നത് എന്നത് കാണാതിരിക്കാനാവില്ല.
ഇതിനെ ഒരു വർഗീയ വിഷയമാക്കുക എന്നതാണ് മറ്റു പല വിഷയങ്ങളിലും എന്നതുപോലെ CPM ലക്ഷ്യമാക്കുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ സമനില തെറ്റിയ CPM ഇക്കാര്യത്തിൽ കൈവിട്ട കളിയാണ് കളിക്കുന്നത്. ജാഗ്രത പുലർത്തേണ്ടത് കേരളമാണ്. CPM കളിക്കുന്ന നെറികെട്ട കൈവിട്ട കളിയാണിത്. അവർക്ക് മനസ്സിലായി പാട്ടെഴുതിയത് ആദ്യമൊന്നും ഇവര് ഇതിനെതിരെ ശബ്ദമുയർത്തിയില്ല. പിന്നെ മനസ്സിലാക്കിയത് പാട്ടെഴുതിയത് ഒരു മുസ്ലിം ആണല്ലോ, പാട്ട് പാടിയത് ഒരു മുസ്ലിം ആണല്ലോ, പാട്ട് ചിട്ടപ്പെടുത്തിയത് ഒരു മുസ്ലിം ആണല്ലോ, മുസ്ലിങ്ങളുടെ ഒരു സ്ഥാപനമാണല്ലോ ഇത് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇത് ആർക്കെതിരെയാണ്? ഇത് ഹിന്ദുക്കൾക്കെതിരെയാണെന്ന് വരുത്തി തീർത്താൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാമെന്ന് പറയുന്ന നീചമായ മനസ്സുണ്ടല്ലോ എന്റെ സഖാക്കന്മാരെ. നിങ്ങളെയൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെയൊക്കെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയിട്ട് ചാണകവെള്ളം തളിച്ചാലും ഇവിടെ നിന്ന് വൃത്തിയാവില്ല കേട്ടോ. അത്രക്കും നിങ്ങൾ കേരളത്തെ മലീമസമാക്കുകയാണെന്ന് പറയാതെ വയ്യ കേട്ടോ, പറയാതെ വയ്യ. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇത്രയും വികാരത്തോടെ ഞാൻ പറയുന്നത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം. MR അഭിലാഷ് എന്ന് പറയുന്ന സുപ്രീം കോടതി അഭിഭാഷകൻ അല്ലെ, അദ്ദേഹം ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം ഇതിന്റെ എന്താണ് ഇതിന്റെ നിയമവശം എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: കേരളത്തെ നടുക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രാഷ്ട്രീയവും ക്രിമിനൽ കുറ്റവും വിളിച്ചോതുന്ന ഭക്തിക്ക് ഒരു കുറവും വരുത്താത്ത ഈ ഗാനം ആരുടെയെങ്കിലും മതവികാരം വ്രണപ്പെടുത്തുന്നുവെങ്കിൽ അത് ഈ ഗാനത്തിലൂടെ സ്വർണ്ണക്കൊള്ളയുടെ ഗൗരവം മലയാളിയുടെ മനസ്സിലേക്ക് അരിച്ചിറങ്ങുമെന്ന് ഭയപ്പെടുന്ന വ്യക്തികളുടെ ഭയമെന്ന മതവികാരത്തെയാണ് എന്ന് MR അഭിലാഷ് ചൂണ്ടിക്കാണിക്കുകയാണ് കേട്ടോ. അയ്യപ്പസ്വാമിയുടെ നാമം ഭക്തിഗാനങ്ങളിൽ കേൾക്കുന്നത് പോലെ തന്നെയാണ് ഈ ഗാനത്തിൽ ഭക്തി നിർഭരമായി ഉച്ചരിക്കുന്നത്. ശബരിമലയിൽ ആര് സ്വർണ്ണക്കൊള്ള നടത്തിയെന്നും അവർ ആരായിരുന്നു എന്നും വിളിച്ചോതുന്ന ഈ ശ്രുതി മധുരമായ പാട്ട് നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ ഭക്തി നിർഭരമായി തന്നെ പാടാം. ഭാരതീയ ന്യായ സംഹിതയുടെ 299 വകുപ്പ് അനുസരിച്ച് മതവികാരം വ്രണപ്പെടുത്തിയതിന് കേസെടുക്കാൻ ഈ പാട്ട് രചിച്ചതുകൊണ്ടോ സംഗീതം നൽകിയതുകൊണ്ടോ പാടിയതുകൊണ്ടോ കഴിയില്ല. അയ്യപ്പസ്വാമിയെ കുറിച്ചോ ശബരിമലയുടെ വിശ്വാസ പ്രമാണങ്ങളെ കുറിച്ചോ ഇകഴ്ത്തിപ്പാടുകയാണെങ്കിൽ മാത്രമേ മേൽപ്പറഞ്ഞ വകുപ്പുകൾ ആകർഷിക്കപ്പെടുകയുള്ളൂ. മല കയറുമ്പോൾ പുലിയെ കണ്ടാലും ആനയെ കണ്ടാലും കള്ളന്മാരെ കണ്ടാലും അയ്യപ്പനെ വിളിച്ചു പാടുകയും പറയുകയും ചെയ്യുന്നതാണ് ശബരിമലയുടെ ആരാധനാ സംസ്കാരം. അയ്യപ്പന്മാർക്കൊക്കെ അറിയാം, സഖാക്കന്മാർക്കറിയില്ല. സഖാക്കന്മാരെ, അന്തംഗമ്മികളെ കേൾക്കടോ MR അഭിലാഷ് പറയുന്നത്. MR അഭിലാഷ് എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭനായ സുപ്രീം കോടതി അഡ്വക്കേറ്റ് പറയുന്നത് കേക്ക്. ബാക്കി മല കയറുമ്പോൾ പുലിയെ കണ്ടാലും ആനയെ കണ്ടാലും കള്ളന്മാരെ കണ്ടാലും അയ്യപ്പനെ വിളിച്ചു പാടുകയും പറയുകയും ചെയ്യുന്നതാണ് ശബരിമലയുടെ ആരാധനാ സംസ്കാരം. ശബരിമലയിലെ വിശ്വാസങ്ങളെ തച്ചു തകർക്കാൻ ബോധപൂർവം നിയമിക്കപ്പെട്ട വാസുവും സംഘവും ശബരിമലയിലെ വിശ്വാസങ്ങളെ തച്ചു തകർക്കാൻ ബോധപൂർവം നിയമിക്കപ്പെട്ട വാസുവും സംഘവും അവിടെ നടന്ന സ്വർണ്ണക്കൊള്ളക്ക് നേതൃത്വം നൽകിയെന്നത് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എടുത്ത FIR-ൽ പ്രകടമാണ്. ഈ കള്ളന്മാരെ കുറിച്ച് അയ്യപ്പസ്വാമിയോട് വിളിച്ചു പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 19(1)A പ്രകാരമുള്ള അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം മാത്രമല്ല 25-ാം വകുപ്പ് പ്രകാരമുള്ള ആരാധനാ സ്വാതന്ത്ര്യം കൂടിയാണ് എന്നാണ് MR അഭിലാഷ് പറയുന്നത്. ഉളുപ്പുണ്ടോ കേസെടുക്കാൻ? ഏത് DGP ആണോ ഏത് മണ്ടം പോലീസാണോ ഈ കേസെടുത്തിരിക്കുന്നത്? ഒരു അത്യാവശ്യം ഉളുപ്പുണ്ടെങ്കിൽ പിണറായി പറഞ്ഞു കേസെടുക്കാൻ കേസെടുത്തു. ഹന്തം കമ്പികളെ, ഞാനിതാ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ ശവപ്പെട്ടിയിൽ പിണറായിയാണ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. ആണികൾ കേട്ടോ, ആണികൾ ഒന്നൊന്നായി എടുത്തിട്ട് ഈ പറയുന്ന അധമൻ അടിച്ചു കയറ്റുകയാണ് കേരളത്തിൽ CPM-ന്റെ ശവപ്പെട്ടിയിൽ. ഇതാ ഓരോരോ ആണികളായിട്ട് അവസാനത്തെ എന്ന് ഞാൻ പലപ്പോഴും പറയുന്നു. പക്ഷെ പിണറായി നിർത്തുന്നില്ല, അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണി അടിച്ചടിച്ച് കെറ്റുകയാണ് പിണറായി കേട്ടോ. പിടിച്ചു മാറ്റിയില്ലെങ്കിൽ, എത്രയും പെട്ടെന്ന് ആ ദമനെ പിടിച്ചു മാറ്റിയില്ലെങ്കിൽ പ്രിയപ്പെട്ട സഖാക്കളെ, പിന്നെ ഈ പാർട്ടി കേരളത്തിൽ ഉണ്ടാവില്ല കേട്ടോ, കേരളത്തിൽ ഉണ്ടാവില്ല. വേദനയോടെയാണ് പറയുന്നത്. മാർക്സിസത്തോടെ കമ്മ്യൂണിസത്തോടുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട്, അല്ലെങ്കിൽ അതിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആ മനുഷ്യനെ എത്രയും പെട്ടെന്ന് ചെവിയല്ല കഴുത്ത് പിടിച്ച് വലിച്ചെറിയുന്നടോ. എന്നാ നിങ്ങളുടെ പാർട്ടി രക്ഷപ്പെടും കേട്ടോ, നിങ്ങളുടെ പാർട്ടി രക്ഷപ്പെടും. ചെയ്തോ വേഗം എന്നും മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ, ഇത് സംബന്ധിച്ച് ഒരുപാട് വീഡിയോയിൽ നമുക്ക് ചെയ്യേണ്ടി വരും. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.